ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് വ്യാഴാഴ്ച ഈ ഒരു വീക്കിലെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയും ഒപ്പം തന്നെ ഒരു എക്സ്പയറി ഡേയിലേക്ക് കൂടിയാണ് കിടക്കുന്നത്. നല്ലൊരു ട്രേഡിംഗ് ഡേ തന്നെ നിക്ഷേപകർക്കും പ്രേക്ഷകർക്കുമായിട്ട് ആശംസകൊള്ളുന്നു. ഒപ്പം തന്നെ അഡ്വാൻസ് ആയിട്ട് എല്ലാ പ്രേക്ഷകർക്കും ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ കൂടി നേരുകയാണ്. ഏതായാലും ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചുള്ള കൂടുതൽ വ്യൂവും ഒപ്പം തന്നെ മറ്റ് ഡീറ്റെയിൽസും ഒക്കെ നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ആദ്യം തന്നെ അഡ്വാൻസ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വിഷസ് കൂടി അറിയിക്കുകയാണ്. താങ്ക് യു അൻല. എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. യെസ് സർ, ഇന്നലത്തെ ഒരു ഡൗ ജോൺസിനും അതിനോടൊപ്പം തന്നെ മറ്റ് അമേരിക്കൻ സൂചികളെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് ഈ ഒരു വീക്കിൽ കംപ്ലീറ്റ് ആയിട്ട് പൊതുവേ വളരെ പോസിറ്റീവായിട്ടൊരു ടോണിൽ തന്നെയാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ ഡൗ ജോൺസിൽ വളരെ സ്റ്റെല്ലാറായിട്ടൊരു മൂവ്മെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. ഏകദേശം 450-ലധികം പോയിൻറ്റ്സിൻ്റെ മുന്നേറ്റമാണ് കാണുന്നത്. അമേരിക്കൻ വിപണികളിലുള്ള തുടർച്ചയായിട്ടുള്ളൊരു മുന്നേറ്റത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങുള്ളൊരു സമയമായിട്ടുണ്ടോ അമേരിക്കൻ വിപണികളിൽ? അല്ല, ഇന്നലെ നമുക്ക് വീണ്ടും ഒരു മിക്സഡ് ബാഗ് ആയിരുന്നു അമേരിക്കൻ വിപണിയിൽ കാണാൻ സാധിച്ചത്. ഡൗ ജോൺസ് ഇൻഡെക്സിലെ വളരെ ശക്തമായിട്ടൊരു ക്ലോസ് നമുക്ക് കാണാൻ സാധിച്ചു. ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സ് വീണ്ടും അതിന്റെ നിലവിലുള്ള ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 45,071 പോയിന്റ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ ഇന്നും നാളെയും നമ്മൾ അമേരിക്കൻ വിപണിയിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് 45,100 പോയിന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഒത്തിരി നേട്ടം ഈ ലെവലിൽ നിന്നും പ്രതീക്ഷിക്കാൻ സാധിക്കും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഇന്നലെ പുതിയൊരു ഓൾ ടൈം ഹൈ വീണ്ടും കാണാൻ സാധിച്ചെങ്കിലും ഹയർ ലെവൽസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഒത്തിരി ടെക്നോളജി ഹെവി വെയ്റ്റ്സിലൊക്കെ ഇന്നലെ ആ ഹൈ ലെവൽസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നെങ്കിലും നമുക്ക് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിന്റെ കേസിൽ ശക്തമായിട്ടൊരു ക്ലോസ് വീണ്ടും കാണാൻ സാധിച്ചു. തീർച്ചയായിട്ടും ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഒത്തിരി മാസങ്ങൾക്ക് ശേഷം ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. അല്പം നിരാശപ്പെടുത്തിയ ഒരു ടേൺ റൗണ്ട് സ്റ്റോക്ക് ആയിരുന്നു ടെസ്ലയുടെ കേസിൽ ഇന്നലെ വീണ്ടും നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ആൻഡ് പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. സോ ടെസ്ലയുടെ കേസിൽ നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് $348 ആയിരിക്കും. കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരുമ്പോഴേക്കും കമ്മോഡിറ്റി മാർക്കറ്റിൽ പ്രത്യേകിച്ചും ക്രൂഡിൽ കഴിഞ്ഞൊരു 2 മാസത്തെ ലോവസ്റ്റ് ഇൻ 2 മന്ത്സ് എന്ന നിലയിലേക്ക് ക്രൂഡ് ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും നിലവിൽ ആ ഒരു ലോ ലെവൽസിലൊരു ബൈയിങ് നടക്കുന്നതായിട്ടാണ് കാണുന്നത്. WTI ക്രൂഡും ഏകദേശം 0.5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുമ്പോൾ ബ്രെന്റ് ക്രൂഡും 0.3% ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തുന്നത്. ഇന്നലെ US-ന്റെ ഇൻവെന്ററി കണക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. സ്ട്രീറ്റ് എക്സ്പെക്ടേഷന് മുകളിലായിരുന്നു ഇൻവെന്ററി ഡേറ്റ് പുറത്തു. അതിന് പിന്നാലെയായിരുന്നു ഇത്ര ശക്തമായിട്ടൊരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഈ ക്രൂഡിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. നമുക്ക് ഇതിന്റെ ഒരു ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ബട്ട് കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസ് നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു ഇടിവിനെ തുടർന്ന് ഒരു ഷോർട്ട് കവറിംഗ് നല്ല പോസിബിലിറ്റി ഉണ്ട്. ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 65 മുതൽ $66 ഈ ഒരു റേഞ്ചിലായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് സോൺ. ഗോൾഡിലേക്ക് വരുമ്പോൾ ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലാണ് ട്രേഡിംഗ് നടന്നു വരുന്നത്. ഒരു പക്ഷേ ഗോൾഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞൊരു ഓഗസ്റ്റ് 11-ാം തീയതി വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് നേരിട്ടിരുന്നുവെങ്കിൽ പോലും കഴിഞ്ഞ 3 ദിവസമായിട്ട് ആ ഒരു സെൽ ഓഫ്, ആ ഒരു ഇടിവിനെ ഒരു പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് എങ്കിൽ പോലും തിരിച്ച് ആ ഒരു റിക്കവർ ചെയ്യാനായിട്ട് ഗോൾഡ് ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിലവിൽ ട്രോയ് ഔൺസിന് $3,360 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. ഗോൾഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? അല്ല, സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. അടുത്ത 4 ട്രേഡിംഗ് സെഷൻസ് മുൻപായിരുന്നു നമുക്ക് സ്വർണത്തിന്റെ കേസിൽ പുതിയൊരു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത്. ആൻഡ് കറന്റ് ലെവൽസിൽ നമുക്ക് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. വളരെ ഷോർട്ട് ടേമിന് വേണ്ടി നമ്മൾ പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ $3,385 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. വളരെ ഷോർട്ട് ടേമിന് വേണ്ടി നമ്മളൊരു പുതിയ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $3,427 റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ഇന്ന് വാച്ച് ചെയ്യേണ്ടത്.
ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് വരുമ്പോഴേക്കും ഇന്നലെ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് പൊതുവേ ഒരു പോസിറ്റീവായിട്ടൊരു ടോണിലായിരുന്നു ഇൻട്രാഡേയിൽ കംപ്ലീറ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 24,500 എന്നൊരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഇന്നലെ കംപ്ലീറ്റ് ആ ഒരു ഇൻട്രാഡേയിൽ നിഫ്റ്റി 50 ട്രേഡിംഗ് നടന്നു വരുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നതും 24,619.35 എന്നൊരു നിലയിലാണ്. നിഫ്റ്റി 50 ഉണ്ടായ ഒരു പോസിറ്റീവ് ടോണിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമ്മൾ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന ഈ റിക്കവറി അറ്റ് ദ മൊമെന്റ് നമുക്ക് വെറും ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. സോ എസ്പെഷ്യലി ഹെവി വെയ്റ്റ്സ് ഒക്കെ നമ്മൾ നോക്കുമ്പോഴേക്കും ലോ റിസ്ക് ആയിട്ട് നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. നിഫ്റ്റി 50 25,000 പോയിന്റിന്റെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. സർ, അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യത്യസ്തമായിട്ടൊരു ഒരല്പം പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റി ബാങ്ക് സൂചിക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് എന്ന് പറയാൻ സാധിക്കില്ല, എന്നാലും ഒരു പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കാനായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ട്. 55,181.45 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ എന്താണ്? അല്ല, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ട്രെൻഡിൽ ഒരു മാറ്റവും കാണാൻ സാധിക്കുന്നില്ല. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് ഇപ്പോൾ നിലവിൽ മേജർ റെസിസ്റ്റൻസ് കാണുന്ന 56,500 പോയിന്റില്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ബാങ്കിങ് സെക്ടറിൽ നമുക്കുണ്ടെങ്കിൽ 54,800 പോയിന്റിന്റെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഷോർട്ട് ടേം ട്രെൻഡിൽ വീണ്ടും ശക്തി പ്രാപിക്കും. സർ, അതിനോടൊപ്പം നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് സൂചികയിലേക്ക് കൂടി എത്തുകയാണ്. കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് ചൊവ്വാഴ്ചയൊക്കെ നിഫ്റ്റിനെ ഏറ്റവും കൂടുതൽ ഡ്രാഗ് ചെയ്ത ഒരു സെക്ടർ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ സർവീസ് ആയിരുന്നു. എന്നാൽ ഇന്നലെ ഏകദേശം നിഫ്റ്റി ബാങ്കിൻ്റെ അതേ ഒരു പാറ്റേൺ തന്നെ മിറർ ചെയ്തുകൊണ്ടാണ് നിഫ്റ്റിയുടെ ഫൈനാൻഷ്യൽ സർവീസ് സൂചികയിലും ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിൽ ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിൽ 26,238.4 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ഫിനാൻഷ്യൽ സെക്ടർ ഇൻഡെക്സിൽ നമുക്ക് വീക്ക്നെസ് മാത്രമേ ഷോർട്ട് ടേമിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. ആൻഡ് 26,700 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ഈ ഒരു ഇൻഡെക്സ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഷോർട്ട് ടേമിൽ ബുള്ളിഷ് റിവേഴ്സൽ കാണാൻ സാധിക്കത്തുള്ളൂ. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം എനിക്ക് തോന്നുന്നില്ല അത് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. സർ, അതിനോടൊപ്പം തന്നെ മുത്തൂറ്റ് ഫിനാൻസിലേക്ക് കൂടി എത്തുകയാണ്. മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ചുള്ള നമ്പേഴ്സൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. സ്ട്രീറ്റിൻ്റെ പ്രത്യേകിച്ച് അസറ്റ് ആൻഡ് മാനേജ്മെൻറ്റിലൊക്കെ സ്ട്രീറ്റ് പ്രതീക്ഷയേക്കാൾ മികച്ച ഒരു മുന്നേറ്റം രേഖപ്പെടുത്താനായിട്ട് സാധിച്ചതായിട്ടാണ് പല അനലിസ്റ്റുകളും വിലയിരുത്തിയിരിക്കുന്നത്. പക്ഷേ ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് 7 മുതൽ ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ടൊരു ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഓഹരികൾ ട്രേഡിംഗ് അവസാനിച്ചിരിക്കുന്നത്. മുത്തൂറ്റ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു പോസിറ്റീവ് നമ്പേഴ്സ് ഇനി അങ്ങോട്ടേക്ക് വരുന്ന ട്രേഡിംഗ് ഡേയ്സിൽ റിഫ്ലക്ട് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? അല്ല, മുത്തൂറ്റ് ഫിനാൻസിന്റെ കേസിൽ ഒരു ഡിസ്ക്ലോഷർ, എനിക്കൊരു പൊസിഷൻ ഓൾറെഡി ലോങ് ടേം പൊസിഷൻ മുത്തൂറ്റ് ഫിനാൻസിലുണ്ട്. ആൻഡ് ബേസിക്കലി മുത്തൂറ്റ് ഫിനാൻസിന്റെ കേസിൽ ഐ എം എ വെരി ലോങ് ടേം ഇൻവെസ്റ്റർ. ആൻഡ് കഴിഞ്ഞ ഒരു 10-12 വർഷത്തിനിടെ എനിക്ക് ഒത്തിരി നേട്ടം നൽകിയൊരു സ്റ്റോക്കാണ് മുത്തൂറ്റ് ഫിനാൻസ്. സോ ഫൈനാൻഷ്യൽ പെർഫോമൻസിൽ ഐ എം വെരി വെരി ഹാപ്പി. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ കറക്ഷൻ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ലോങ് ടേമിന് വേണ്ടി നമുക്ക് പൊസിഷൻ എടുക്കാവുന്ന ഒരു സ്റ്റോക്കാണ് മുത്തൂറ്റ് ഫിനാൻസ്. ബട്ട് എങ്കിലും നമുക്ക് നിഫ്റ്റി 50യോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിന് ശേഷം ഒത്തിരി നേട്ടം നൽകിയൊരു സ്റ്റോക്കാണ് മുത്തൂറ്റ് ഫിനാൻസ്. ആൻഡ് കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. ഇതിന്റെ ഒരു ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ബോട്ടം കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം. സർ, അതിനോടൊപ്പം തന്നെ സുസ്ലോൺ എനർജിയിലേക്ക് കൂടി വരികയാണ്. സുസ്ലോണിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഓഗസ്റ്റ് 12-ാം തീയതി കമ്പനിയുടെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്പേഴ്സ് പരിശോധിക്കുകയാണെങ്കിലും സ്ട്രോങ് ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ടാക്സിൻ്റെ എക്സ്പെൻസ് വളരെയധികം കമ്പനിയെ സംബന്ധിച്ചിട്ടൊരു ബേർഡനായി മാറിയെന്നാണ് പല അനലിസ്റ്റുകളും വിലയിരുത്തിയിരിക്കുന്നത്. ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ വളരെ ഹെവി ആയിട്ടൊരു സെല്ലിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഏകദേശം 4% മുകളിലൊരു നഷ്ടത്തിൽ 60.38 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. സുസ്ലോണിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സുസ്ലോണിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ്വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായിട്ടാണ് കാണുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 59 രൂപയിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല.
സർ, അടുത്തതായിട്ട് ബജാജ് ഹൗസിംഗ് ഫിനാൻസിലുള്ള ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഹെവി ആയിട്ടൊരു സെല്ലിംഗ് ആയിരുന്നു ഈ ഓഹരിയിൽ കാണാൻ സാധിച്ചിരുന്നത്. ഏകദേശം ഒരു 3.5% നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ഓഹരികൾ ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി അല്ല, ബജാജ് ഹൗസിംഗ് ഫിനാൻസ് വീണ്ടും നമ്മൾ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നമുക്ക് നല്ലൊരു റിക്കവറി ആയിരുന്നു ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. ബട്ട് കഴിഞ്ഞ 2 മാസത്തിനിടെ വീണ്ടും ഹെവി സെല്ലിംഗ് ആയി സ്റ്റോക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ ആ ഒരു വീക്ക് ക്ലോസിനെ തുടർന്ന് ഈ സ്റ്റോക്ക് മിക്കവാറും ഒരു പുതിയ ഓൾ ടൈം ലോ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, ഇന്നലെ മികച്ചൊരു പ്രകടനം നടത്തിയൊരു ഓഹരിയായിരുന്നു പേടിഎം. പേടിഎമ്മിനെ സംബന്ധിച്ച് RBIയുടെ ഭാഗത്തു നിന്നുണ്ടായ വളരെ പോസിറ്റീവായിട്ടുള്ള ചില അപ്ഡേഷൻസ് ആണ് പേടിഎം ഓഹരികളിൽ ഒരു ശക്തമായിട്ടൊരു കരുത്തായിട്ട് മാറിയത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 11-ാം തീയതിയൊക്കെ പരിശോധിക്കുമ്പോഴേക്കും 5.5% മുകളിലൊരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്നലെയും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഓഹരിയിൽ കണ്ടത്. അവസാന നിമിഷങ്ങളിലൊരു അല്ലെങ്കിൽ ഒരു ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടിരുന്നുവെങ്കിൽ പോലും 3% മുകളിലുള്ളൊരു നേട്ടം നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് പേടിഎമ്മിന് സാധിച്ചിട്ടുണ്ട്. പേടിഎമ്മിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? പേടിഎമ്മിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തുടരുന്നു. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും നമ്മൾ പേടിഎമ്മിന്റെ കയ്യിൽ ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റോക്കിൽ ഇടയ്ക്കിടയ്ക്ക് വളരെ ഹെവി സെല്ലിംഗ് നേരിടാറുണ്ട്. അതുകൊണ്ട് തന്നെ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 1130 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സർ, അതിനോടൊപ്പം തന്നെ റിലയൻസിലേക്ക് കൂടി വരികയാണ്. റിലയൻസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഒരുപക്ഷെ നിഫ്റ്റിനെ ഏറ്റവും കൂടുതൽ ഡ്രാഗ് ചെയ്യുന്ന ഒരു ഹെവി വെയിറ്റ് ആയിട്ടാണ് റിലയൻസിനെ ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് ഡേ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഫ്ലാറ്റ് ഒരു ടോണിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ്വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിംഗിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 1400 മുതൽ 1440 ഈ ഒരു റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 സപ്പോർട്ട് ഏരിയ, ആദ്യത്തെ 1355 അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 1320. 1320ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യരുത്. സർ, ചില ഓട്ടോ സ്റ്റോക്സിലേക്ക് കൂടിയാണ് എത്തുന്നത്. അതിൽ ആദ്യത്തേത് മാരുതി സുസുക്കിയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. മാരുതി സുസുക്കിയെ സംബന്ധിച്ചിട്ട് ഓഗസ്റ്റ് 12-ാം തീയതി വളരെ ഹെവി ആയിട്ടുള്ളൊരു ബൈയിങ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ആ ഒരു സമയത്ത് ബെഞ്ച് മാർക്ക് ഇൻഡെക്സിലൊക്കെ ഒരു സെൽ ഓഫ് നേരിട്ട സമയത്തായിരുന്നു അത്തരമൊരു മുന്നേറ്റം നടത്താൻ മാരുതി സുസുക്കിക്ക് സാധിച്ചത്. ഇന്നലെ ഒരു ഫ്ലാറ്റിഷ് ടോണിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. മാരുതി സുസുക്കിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? മാരുതിയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്ക് ആക്ച്വലി ജനുവരി മാസത്തിന് ശേഷം തുടർച്ചയായിട്ട് ഒരു വലിയൊരു ട്രേഡിംഗ് റേഞ്ചിലോട്ട് പെട്ടുപോയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ എസ്പെഷ്യലി ആസ് എ ലോങ് ടേം ഇൻവെസ്റ്റർ പൊസിഷൻ നമുക്ക് നിലനിർത്താം. 11,900 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ 13,150 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സർ, അടുത്തായിട്ട് M&Mയിലേക്കാണ് വരുന്നത്. M&Mനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപക്ഷെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനേക്കാളും ഔട്ട് പെർഫോമൻസ് നടത്താനായിട്ട് ഈ ഒരു വീക്കിൽ M&M ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നലെയും ഏകദേശം 1.5% നേട്ടം നൽകിക്കൊണ്ടാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? M&Mന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ വളരെ മേജർ ആയിട്ടൊരു റെസിസ്റ്റൻസ് 3,200 മുതൽ 3,350 ഈ ഒരു റേഞ്ചിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് മൈ എക്സ്പെക്ടേഷൻ താമസിക്കാതെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു അപ്സൈഡ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. സർ, അടുത്തതായിട്ട് കിറ്റെക്സിലേക്കാണ് എത്തുന്നത്. കിറ്റെക്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഈ ഒരു താരിഫ് വന്നതിന് പിന്നാലെ വലിയ തോതിലുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മികച്ച നമ്പേഴ്സ് പബ്ലിഷ് ചെയ്യാനായിട്ട് ഓഹരികൾക്ക് കമ്പനിക്ക് സാധിച്ചിരുന്നുവെങ്കിൽ പോലും അതൊന്നും തന്നെ കാര്യമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യില്ല. തുടർച്ചയായിട്ടൊരു ലോവർ സർക്യൂട്ടായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ ഓഹരികൾ ഒരു അപ്പർ സർക്യൂട്ടിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. 5% നേട്ടം നൽകിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കിറ്റെക്സ് ഗാർമെൻറ്റ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
അണ്ടർ കിറ്റക്സ് ഗവൺമെന്റിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ ജൂലൈ മാസത്തിന്റെ തുടക്കം മുതൽ തന്നെ കണ്ടിന്യൂസ് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. ഇൻഫാക്ട് നമ്മൾ കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിന്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏകദേശം ഒരു 8 ദിവസമോ മറ്റോ അത് ലോവർ സർക്യൂട്ടിലായിരുന്നു. ആൻഡ് ഇന്നലെ മെഞ്ഞാന്നു ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പർ സർക്യൂട്ടിലായിരുന്നു. ഇതൊരു ക്ലാസിക് ദിസ് എ ബെയർ ട്രാപ്പ്. ആൻഡ് ഇത്തരം സ്റ്റോക്കിൽ നമ്മൾ ലോങ് പൊസിഷൻസ് തൽക്കാലം എടുക്കാതെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അവസരം ആ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. സർ, അടുത്തതായിട്ട് കോൾ ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. കോൾ ഇന്ത്യയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ വളരെ ഫ്ലാറ്റ് ആ ഒരു ടോണിലാണ് കോൾ ഇന്ത്യയുടെ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. കോൾ ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കോൾ ഇന്ത്യയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്ക് ആക്ച്വലി ജനുവരി മാസത്തിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ ഫേസിലോട്ടാണ് നീങ്ങിയിരിക്കുന്നത്. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് സോൺ 395 മുതൽ 400 വരെ. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. സർ, അടുത്തതായിട്ട് സമ്മർദ്ദന മദേഴ്സിനുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. പ്രധാനമായിട്ടും ഒരു ഓട്ടോ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. മദേഴ്സിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം 3.5% ഒരു നേട്ടം നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് 3.5% ഒരു നേട്ടം നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് ഏകദേശം ഒരു ഓഗസ്റ്റ് 4 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ട് സെൽ ഓഫ് നേരിട്ടുകൊണ്ടായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെയാണ് അവിടെ നിന്നൊരു പോസിറ്റീവ് ടോണിലേക്ക് എത്താനായിട്ട് സാധിച്ചിരിക്കുന്നത്. മദേഴ്സിനുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? മദേഴ്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായിട്ട് കാണുന്നത്. ബട്ട് ഈ സ്റ്റോക്കിൽ ഇന്നലെ ശക്തമായിട്ടൊരു റിവേഴ്സൽ ഫോം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 89 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, പൊസിഷൻ ഹോൾഡ് ചെയ്യുക. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്ട് ടേം ട്രേഡിംഗിന് ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 95 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 99 മുതൽ 101 ഈ റേഞ്ചിലായിരിക്കും. സർ, അപ്പം തന്നെ രത്തൻ ഇന്ത്യ പവറിലുള്ളൊരു വ്യൂ കൂടി ചോദിക്കുകയാണ്. ഒരു സ്മോൾ ക്യാപ്പ് ഓഹരി കൂടിയാണിത്. ഇന്നലെ ഏകദേശം ഒരു 1.5% ഒരു നേട്ടം നൽകിയ ഓഹരി കൂടിയാണ് രത്തൻ ഇന്ത്യ പവർ. രത്തൻ ഇന്ത്യ പവറിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? Ratan India is a small cap stock and the stock is actually a penny stock എന്ന് തന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഈ സ്റ്റോക്കിൽ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷും ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. ഇത്തരം സ്റ്റോക്കിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുക. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 11 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യരുത്. ഷോർട്ട് ടേം ട്രേഡിംഗിന് ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 13 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സർ, അടുത്തായിട്ട് ഡീലിംഗ് ഇന്ത്യ ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഡീലിംഗിനെ സംബന്ധിച്ചിട്ടും ഒരു സ്മോൾ ക്യാപ്പ് ഓഹരി കൂടിയാണ് ഇത്. ഓഹരികൾ ഇന്നലെ ഏകദേശം ഒരു 0.83% ഒരു നേട്ടം നൽകിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡീലിംഗിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഡീലിംഗ് വീണ്ടും ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് നിലവിൽ ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് ഒരു ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. ബട്ട് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കറന്റ് ലെവൽസിൽ 478 രൂപയിലായിരിക്കാം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം 540 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. അതിനോടൊപ്പം തന്നെ IRFCയിലേക്ക് കൂടി വരികയാണ്. IRFCയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും പൊതുവേ കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസായിട്ട് വളരെ വോളറ്റൈൽ ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് ഓഹരിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നലെ ഒരു 0.5% നേട്ടം നൽകിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിന് മുന്നത്തെ ദിവസം, അതായത് ചൊവ്വാഴ്ചത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുമ്പോഴേക്കും 1.5% നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. IRFCയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? IRFCയുടെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 123 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സർ, അടുത്തായിട്ട് വിശാൽ മെഗാമാർട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. വിശാൽ മെഗാമാർട്ടുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ എന്താണ്?
വിശാൽ മെഗാ മാർട്ട് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്, ബട്ട് ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ 3-4 മാസത്തിനിടെ നിഫ്റ്റി 50 ഔട്ട് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. 135 രൂപയിലായിരിക്കാം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, അടുത്തതായിട്ട് ഇറ്റേണലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇറ്റേണലിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തുടരുന്നു. ഇൻഫാക്ട് ഈ സ്റ്റോക്ക് ഇതിന്റെ ഓൾ ടൈം ഹൈ ലെവൽസിന് വളരെ അടുത്ത ട്രേഡിംഗ് നടത്തി വരുന്നത്. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ താമസിക്കാതെ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. 320 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു അപ്സൈഡ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ഇറ്റേണലിൽ നമ്മൾ സംസാരിച്ചതുകൊണ്ട് ഇതിനൊപ്പം തന്നെ നമ്മൾ സ്വിഗ്ഗിയിലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഈ സമയത്ത് സ്വിഗ്ഗി ഒത്തിരി മാസങ്ങൾക്ക് ശേഷം ഇതിന്റെ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. സോ ഈ സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് 407 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 430 ആയിരിക്കും റെസിസ്റ്റൻസ്. 430 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. സർ, അതിനോടൊപ്പം തന്നെ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് കൂടി വരികയാണ്. അപ്പോളോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കമ്പനിയുടെ നമ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നമ്പേഴ്സ് വന്നതിന് പിന്നാലെ മികച്ച ഒരു മൊമെൻറ്റമായിരുന്നു ഓഹരിയിൽ കാണാൻ സാധിച്ചെന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ ആരംഭിച്ച ഓഹരിയിൽ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് 7840 രൂപ എന്നൊരു ഓൾ ടൈം ഹൈയിലേക്ക് കൂടി ഉയർന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 7.5% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ടാണ് ക്ലോസിംഗും നടത്തിയിരിക്കുന്നത്. അപ്പോളോ ഹോസ്പിറ്റൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒരു സമയമായിട്ടുണ്ട്. അല്ല, നമ്മൾ ആക്ച്വലി ഈ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ഈ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് സ്റ്റേജിലായിരുന്നു. ആൻഡ് 3 ട്രേഡിംഗ് സെഷൻസ് മുൻപായിരുന്നു ഇതൊരു നല്ലൊരു സ്ട്രോങ് ബോട്ടം നമുക്ക് നൽകിയത് 7000 രൂപയിൽ. അവിടെ നിന്നായിരുന്നു ഇന്നലെ നമുക്ക് ഇത്രയും ശക്തമായിട്ടൊരു ബ്രേക്ക് ഔട്ട് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്ക് ഇസ് ആൻ എക്സലന്റ് സ്റ്റോക്ക് ഫോർ ലോങ് ടേം ഹോൾഡിംഗ്. ആൻഡ് ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് പുതിയ ലോങ് പൊസിഷൻസും ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കും. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദാറ്റ് പൊസിഷൻ. ഈ സ്റ്റോക്ക് തൽക്കാലം വിൽക്കേണ്ട കാര്യമില്ല. സർ, അടുത്തായിട്ട് LG റബ്ബർ എന്നൊരു ഓഹരിയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ്. ഒരു സ്മോൾ ക്യാപ്പ് ഓഹരി കൂടിയാണ് LG റബ്ബർ എന്ന് പറയുന്നത്. ഇന്നലെ ഏകദേശം 5% നേട്ടം നൽകിക്കൊണ്ടായിരുന്നു ഈ ഒരു LG റബ്ബർ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? LG വീണ്ടും ഇറ്റ് ഇസ് എ വെരി സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ ഇതിന്റെ പാറ്റേൺ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും എനിക്ക് മാനിപ്പുലേഷൻ നടക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റോക്സിൽ നമ്മൾ പൊസിഷൻ എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. ദിസ് ഇസ് അഗൈൻ എ ട്രാപ്പ്. സർ, അപ്പോൾ തന്നെ ജുപ്പിറ്റർ വാഗണിലുള്ള താങ്കളുടെ ഒരു ടേക്ക് കൂടി പങ്കുവയ്ക്കാമോ? ജൂപ്പിറ്റർ വാഗണിന്റെ കേസിൽ ഇസ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. ഇന്നലെ നമുക്കൊരു ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു കാണാൻ സാധിച്ചത്. എങ്കിലും ആ ഒരു ലോവസ്റ്റ് ലെവലിൽ നിന്ന് നേരിയൊരു റിക്കവറി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 300 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. അവസാനമായിട്ട് ഗേബ്രിയൽ ഇന്ത്യ ഓഹരിയുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവയ്ക്കാമോ? കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വളരെ ശക്തമായിട്ടൊരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നലെയും 4% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ടാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഗേബ്രിയൽ ഇന്ത്യ ഓഹരിയുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഗബ്രിയലിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വളരെ ബുള്ളിഷായി തുടരുന്നു. ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ദിസ് ഇസ് ആൻ എക്സലന്റ് സ്റ്റോക്ക് ഫോർ ദ ലോങ് ടേം. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് നമ്മൾ വളരെ ഷോർട്ട് ടേമിന് ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1122 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തു. താങ്ക് യു. എന്തായാലും നമ്മളുടെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ്. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഒരു ഇൻഫോർമേഷനും യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനോ സൊളിസിറ്റേഷനോ അല്ല. പ്രദീപ് സാർ നൽകിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഒപ്പീനിയനും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് അരികിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസ് ചെയ്തതിന് ശേഷം മാത്രം നടത്തുക. അതിനോടൊപ്പം തന്നെ പ്രേക്ഷകരോട് വീണ്ടും ഒരു അഡ്വാൻസ് ആയിട്ട് തന്നെ ഇൻഡിപെൻഡൻസ് ഡേ വിഷസ് കൂടി അറിയിക്കുകയാണ്. ഒപ്പം അല്പസമയത്തിനകം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സും ഒപ്പം തന്നെ മാർക്കറ്റിന് ഓപ്പണിംഗ് ഡീറ്റെയിൽസുമായിട്ട് നിങ്ങളോടൊപ്പം മാർക്കറ്റ് സ്ക്രീനറിൽ വിഷ്ണു സഫാനും ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.